നമസ്കാരം. സുഡാപ്പികൾക്ക് ഇപ്പോൾ എന്തും പറയാവുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ആദരണീയായ ചീഫ് ജസ്റ്റിസ് നാഗരത്നയെക്കുറിച്ചാണ്. ശബരിമലയുടെ യുവതീ പ്രവേശന വിധി പറഞ്ഞ നാഗരത്നയെ ഈ സുഡാപ്പി അധിക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വേശ്യാലയത്തിലെ കാവൽക്കാരി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തു വേണമോ പറയാവുന്ന കേരളത്തിൽ ഇടതുപക്ഷം അത്തരത്തിലുള്ളൊരു അംഗീകാരവും അവസരവും SDPIക്ക് കൊടുത്തിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൂന്ത് വിളയാടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് നാഗരത്നയെക്കുറിച്ച് മാത്രമല്ല, നിരവധിയായിട്ടുള്ള ആൾക്കാരെ ദേവി ദേവത സങ്കല്പങ്ങൾക്കെതിരെയൊക്കെ ഈ ഭീകരവാദികൾ സദാ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് നേരത്തെ PFI ഉണ്ടായിരുന്നു. ആ PFI നിരോധിച്ചു കഴിഞ്ഞപ്പോൾ നേരെ SDPIയിലേക്ക് കളം മാറ്റി. SDPIയിലെത്തിയതിന് ശേഷം പല രാഷ്ട്രീയ സംഘടനകളുടെയും ചെറു യൂണിറ്റുകൾ, ഇവരുടെ ഒരു സ്ലീപ്പർ സെല്ലുകളെന്നല്ല, സദാ ആക്റ്റീവായിട്ടുള്ള സെല്ലുകൾ എല്ലാ പാർട്ടികൾക്കിടയിൽ എന്ന് പറയുമ്പോൾ അത് BJPക്കകത്തില്ല, കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുമൊക്കെ ഇവരുടെ മൈക്രോ ഗ്യാങ്ങുകൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അവരാണ് ഇവരെ ചലിപ്പിക്കുന്നത്. അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. SDPIയുടെ ചില നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് CPMനെ ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ നേതാക്കന്മാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് CPMനെ വോട്ട് ചെയ്യാവുന്നു. ചെറു നേതാക്കന്മാർ ഒക്കെ ഈ രീതിയിൽ അഭിപ്രായപ്പെടുന്നു. വലിയ നേതാക്കന്മാർക്ക് വളരെ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പ്രതികരിക്കുന്നവർക്ക് ഇടതുപക്ഷത്തെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല. കാരണം ഇടതുപക്ഷത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ SDPI എന്ന ഘടകം എന്ന നിലയിലാണ്. കാരണം ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട്, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അത് UDF ആയാലും LDF ആയാലും അധികാരത്തിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിയന്ത്രിച്ചുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും. പിന്നീട് ഈ ഭീകരവാദികൾ ചെയ്യുന്ന കേസുകൾക്കൊന്നും തുമ്പില്ലാതെ പോകും. മുമ്പ് വാഗമണ്ണിൽ ഭീകരവാദ ക്യാമ്പ് നടത്തി ആർക്കെങ്കിലും എതിരെ കൃത്യമായൊരു കേസെടുക്കുകയോ കേസെടുത്തതിന് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ച് ശിക്ഷിക്കപ്പെട്ടതായിട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അത്തരത്തിലൊരു ശിക്ഷയൊന്നും അവർക്ക് കിട്ടിയതായിട്ട്, കാരണം ഒരു തെളിവുമില്ല, അവരെവിടെയെന്ന് പോലും അറിയില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നത്. ഇങ്ങനെ കേരളത്തിൽ ഒരു വലിയ സജീവമായ സാധ്യതയാണ് അവർക്കുള്ളത്. അനിൽ വിളയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ വ്യക്തി അപമാനിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അസീസ് പറയുന്നു, വേശ്യാലയങ്ങൾക്ക് കാവൽ നിൽക്കുന്ന സുപ്രീം കോടതി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നടക്കുന്നതിനിടയിൽ ഇന്ന് സുപ്രീം കോടതിയിലെ ആദരണീയായ ജസ്റ്റിസ് നാഗരത്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഒരു ഓൺലൈൻ മാധ്യമമായ ഹിന്ദുയിസം മലയാളം റിപ്പോർട്ട് ചെയ്തു. അസീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വാർത്തയുടെ അടിയിൽ എഴുതിയിരിക്കുന്ന കമൻറ്റ് നോക്കുക. എത്ര മൃഗീയമായ രീതിയിൽ, എത്രയധികം കുറ്റകരമായ രീതിയിലാണ് ആ ജഡ്ജിയെ, ഈ നരാധമൻ എന്ന് നമുക്ക് പറയാം, നരാധമൻ വിമർശിച്ചിരിക്കുന്നത്. നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലാണ് ഇയാളുടെ ഈ വിമർശനം. എത്ര തരംതാഴ്ന്ന അശ്ലീലത്തിലാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്. ഒരു സുപ്രീം കോടതി വനിതാ ജഡ്ജിയെ കാമാത്തിപ്പുരയുടെ കാവൽക്കാരി എന്നും രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ടത് എന്നുപോലും സുപ്രീം കോടതിയെയും ഒരു മുതിർന്ന സുപ്രീം കോടതി വനിതാ ജഡ്ജിയെയും വിശേഷിപ്പിക്കാനുള്ള ധൈര്യം ഇയാൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ഇതിൻ്റെ പിന്നിലെ ധൈര്യം ആരാണ് എന്ന് അനിൽ വിളയിൽ ചോദിക്കുകയാണത്. ഇത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേസുകളാണ് ഉണ്ടാകുന്നത്. ഈ സുഡാപ്പികൾ ഉണ്ടാക്കി വയ്ക്കുന്നത് സുപ്രീം കോടതി ജഡ്ജ് എന്നല്ല, പാർലമെൻ്റ് എന്നല്ല, ഇന്ത്യയുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഒക്കെ തകർത്തെറിയുക, ഭീകരവാദം നിറയ്ക്കുക, ഒരു താലിബാൻ ഭരണം ഇവിടെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിച്ചു പോകുന്ന മേഖല, അവർക്ക് അതിന് പിന്തുണ കൊടുക്കുന്നതാകട്ടെ ഇവിടുത്തെ ഇടതുപക്ഷവും UDF എന്ന വലതുപക്ഷവുമാണ്. അത്തരത്തിൽ എന്തിനാണ് ഈ സുഡാപ്പികളെ ഇങ്ങനെ തലയിലേറ്റി നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: അധികാരത്തിലേക്കെത്തുവാനുള്ള കാശും അധികാരം കീഴ്പ്പെടുത്തുവാനുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടും.
ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എസ് ടി പിയുടെ കൈകളിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? എസ് ടി പി ഐ എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാർ പറയുന്നത് കേൾക്കുവാൻ എന്തിൻ്റെ പേരിലാണ് അവർ തയ്യാറായിട്ടുണ്ടാവുക? ഇതാണ് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്ന ആരോപണവും. അവർ ഈ എസ് ഡി പി ഐ വിഭാഗത്തിലെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നു. ഈ ഭീകരവാദികൾക്കെതിരെ ശക്തമായൊരു ശബ്ദമൊന്നും ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ ആ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ പോലും ഇവർ നിശബ്ദമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു താലിബാൻ മോഡൽ, അല്ലെങ്കിൽ താലിബാനികളുടെ എല്ലാ ഗുണഗണങ്ങളോടും കൂടിയ ഒരു സർക്കാർ സംവിധാനം, അതിനു വേണ്ടിയിട്ടുള്ളൊരു നിരന്തര പോരാട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും. അവർ അത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പ്രാരംഭഘട്ടമായിട്ട് ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പിന്തുണയ്ക്കുന്നു. ഇവർക്ക് ഇതിനുമായി താൽക്കാലികമായി ലഭിക്കുന്ന അധികാരമോ പണമോ ഒക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ അതിന് പിന്തുണയ്ക്കുന്നു. കാലക്രമേണ ഈ അധികാരത്തിൽ ഇരിക്കുന്ന കക്ഷികളുടെ തലയിൽ കയറിയുന്ന തല തിന്നുകൊണ്ട് ഇവർ അധികാരത്തിലേക്ക് എത്തുന്നു. അധികാരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തുക എന്നല്ല. കേവലം എന്നുദ്ദേശിച്ച് ജനാധിപത്യത്തെ അപമാനിക്കാനല്ല, ഇവരുടെ കണ്ണിലെ കേവല ജനാധിപത്യം വഴിയല്ല, അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സായുധ ഭരണത്തിലായിരിക്കും. സായുധ യുദ്ധത്തിലൂടെ ആ ഭരണത്തിൽ അവർ എത്തുവാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ ഇവർ ഭരണത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ചില നീക്കുപോക്കുകളാണ് യു ഡി എഫുമായിട്ടും എൽ ഡി എഫുമായിട്ടും വച്ചു പുലർത്തുന്നത്. അതിലൂടെ അവർ അധികാരത്തിലേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാമല്ലോ. അതിൻ്റെ പ്രാരംഭഘട്ടമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള എസ് ഡി പി ഐക്കാരെ കാണാം. ചിലർ സർവ്വസമ്മതരാകാൻ വേണ്ടിയിട്ട് മാരീചന്മാരുടെ വേഷത്തിൽ തന്നെ എത്തി അവർ മതേതരവാദികളാണെന്ന് കാണിക്കാൻ ഒന്നോ രണ്ടോ ഇസ്ലാം പോസ്റ്റുകൾ എടുത്ത് അതിനെ ഒരു കളിയാക്കുകയും അതിനുശേഷം മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ ആയിരിക്കും കളിയാക്കുന്നത്. ആ തരത്തിൽ ഒരു സർവ്വസമ്മതനാക്കാൻ നോക്കും. ഇതൊക്കെ ഒരു പതിവ് കാഴ്ചയാണ് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം. ജാഗരൂകമായിരിക്കുക എന്നത് മാത്രമല്ലാതെ മറ്റൊന്നും നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനില്ല. കാരണം അത്തരത്തിൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവർ നമ്മളുടെ തലച്ചോറുകളെ ബാധിക്കുകയും ഇവരുടെ ദേവതാസങ്കല്പങ്ങളോ ഇവർ പറയുന്ന രീതികളോ ആണ് ശരിയെന്ന് വയ്ക്കുകയും നമ്മുടെ മനസ്സിനെയും മൊത്തത്തിൽ മതം മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ മതമാറ്റത്തിന് വേണ്ടിയിട്ട് മറ്റു പല ഉപാധികളും കണ്ടെത്തുക. ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പല പ്രസ്ഥാനങ്ങൾക്കകത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഡിജിറ്റൽ ജിഹാദുകൾ, അതോടൊപ്പം തന്നെ വൈറ്റ് കോളർ ജിഹാദും അടക്കമുള്ള സജീവമായ പ്രവർത്തനങ്ങൾ മറ്റൊരു ഇടത്തേക്ക് പല ലെയറുകളിലാണ് ഇവരുടെ പ്രവർത്തനം. അതിലെ സോഷ്യൽ മീഡിയ ലെയറിലാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ ചിലപ്പോൾ നിർദോഷികളാണ്, അയ്യോ വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതല്ലേ, അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് മൈൻഡാക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത ഘട്ടം അവിടെ ആരംഭിക്കും. ആ ഘട്ടം നമ്മുടെ നെഞ്ചിലേക്കായിരിക്കും, അല്ലെങ്കിൽ അത് ഈ നാട്ടിന് അപകടകരമായ രീതിയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിൽ, പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ മൂവ്മെൻറ്റുകൾ രാജ്യത്തിൽ നടക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.